എപ്പോഴും ക്യൂർ സബ്ജക്ട്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഒന്നെങ്കിൽ ഈ പറഞ്ഞ സസ്പെൻസ് എലമെൻറ്റിനോ, ഇപ്പോൾ മുംബൈ പോലീസ് പോലെയുള്ള പടങ്ങളിൽ, സൂക്ഷ്മദർശിനിക്കിലൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ സസ്പെൻസ് എലമെൻറ്റിന് നമുക്ക് ആളുകൾക്ക് ഒരു ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെൻ്റായിട്ട് ഉപയോഗിക്കുകയും അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ്. എന്ന് വെച്ചാൽ ബേസിക്കലി ഈ പടങ്ങളിൽ സബ്ജക്റ്റ് അഡ്രസ്സ് ചെയ്യേയില്ല, അല്ലേ? ശിവൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേക്കേഴ്സ് ഒക്കെ ആരാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഒന്ന് ആ സമൂഹത്തിലുള്ളവരാണെങ്കിൽ അതിൻ്റെ മേക്കിങ്ങിലും അതിൻ്റെ ഒരു തിയറിയിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർട്രേറ്റിങ്ങിലൊക്കെ ഒരു വ്യത്യാസം വരും. പക്ഷെ ഇവിടെ നമ്മൾ മേക്കേഴ്സൊക്കെ ഹെട്രോസെക്ഷൽ നറേറ്റീവിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് എപ്പോഴും ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിലൊരു ഇൻപുട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊരു മസാല പരുവം തന്നെയാണ് ഇപ്പോഴും ക്യൂർ സ്റ്റോറികൾ. അതിൻ്റെ മസാല തന്നെയാണ് അവർ ചിലപ്പോൾ, എനിക്ക് തോന്നുന്നു അവരങ്ങനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക. വളരെ കുറച്ച് ക്യൂർ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് അതിനെ പോസിറ്റീവായിട്ട്, ഇപ്പം ജയൻ ചെറിയാനെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെ പോസിറ്റീവായിട്ട് സിനിമകളെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെ മലയാളത്തിൽ വന്നിട്ടുള്ള ഇപ്പം മുംബൈ പോലീസ് ആണെങ്കിലും മൂത്തോനിലേക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. അതുപോലെ ഞാൻ മേരിക്കുട്ടി, അങ്ങനെ ഒത്തിരി അർദ്ധനാരീശ്വരൻ, അങ്ങനെ ഒത്തിരി സിനിമകൾ നമ്മളെ അതിലൊന്നും കണ്ടെത്താൻ നമുക്ക് ശരിക്കും സാധിച്ചിട്ടില്ല.